റെയിലുമായി നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ കൈമാറണമെന്ന് റെയിൽവേ ഗതിശക്തി ഡയറക്ടർ ദക്ഷിണ റെയിൽവേ മാനേജർക്ക് നിർദ്ദേശം നൽകി. വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. സിൽവർ ലൈൻ വിഷയത്തിൽ റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശമനുസരിച്ച് പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർമാർ റെയിൽ അധികൃതരുമായി മുൻപ് ചർച്ച നടത്തിയിരുന്നു. പാലക്കാട് ഡിവിഷൻ നവംബർ 29-നും തിരുവനന്തപുരം ഡിവിഷൻ ഡിസംബർ 7-നുമായിരുന്നു ചർച്ച നടത്തിയത്. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ ദക്ഷിണ റെയിൽവേ ബോർഡിന് കൈമാറിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ഗതിശക്തി ഡയറക്ടർ FA അഹമ്മദ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്ത് നൽകിയത്. ജനുവരി 16-ന് അയച്ച കത്തിൽ ദക്ഷിണ റെയിൽവേ അടിയന്തര പ്രാധാന്യത്തോടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. സിൽവർ ലൈനിന് ഭൂമി വിട്ടു നൽകിയാൽ ഭാവി വികസന പദ്ധതികളെ ബാധിക്കുമെന്നാണ് റെയിൽവേയുടെ ആശങ്ക. എന്നാൽ ഇത്തരം പദ്ധതികളെ ബാധിക്കാതെയാണ് DPR-ൽ സിൽവർ ലൈൻ അലൈൻമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് റെയിൽ മറുപടി നൽകിയത്. കേന്ദ്രം പദ്ധതി നിലച്ചുവെന്ന പ്രതീതി സൃഷ്ടിക്കുമ്പോഴും സർക്കാർ പൂർണ്ണമായും പ്രതീക്ഷ കൈവിടുന്നില്ല. ഏത് നിമിഷവും റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അത് ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. അത് കേരള ഗവൺമെൻറ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ശുദ്ധ കളവാണ്. 2 ആഴ്ച മുൻപ് റെയിൽവേ ബോർഡ് നൽകിയ കത്തിന് ദക്ഷിണ റെയിൽവേ മറുപടി നൽകിയതായി സൂചനയില്ല. പദ്ധതി നിലച്ചുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുമ്പോഴാണ് വസ്തുത അതല്ലെന്ന് സൂചിപ്പിക്കുന്ന മന്ത്രി ഈ കത്തിടപാട്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണോ എന്നാണ് സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം. റിപ്പോർട്ടർ ശരത് കെ ശശി, റിപ്പോർട്ടർ, തിരുവനന്തപുരം.